ഹലോ ഹായ്, ഡോക്ടർ ദീൻസ് അക്യുപഞ്ചർ സെൻറ്റർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെർവിൻ കംപ്രഷൻ, അത് നമ്മുടെ ശരീരത്തിൻ്റെ ലോവർ പാർട്ടിൽ, ശരീരത്തിൻ്റെ താഴെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് അത് അനുഭവപ്പെടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഊരവേദന എന്ന് പറയുന്നത്, അതേപോലെ നമ്മൾക്ക് ബാക്ക് പെയിൻ ആണ് എന്ന് പറയുന്നത്, അതേപോലെ നമുക്ക് ചണ്ണയുടെ ഭാഗത്തുള്ള വേദന എന്ന് പറയാറുണ്ട്. അതേപോലെ നമ്മൾക്ക് മുട്ടുവേദന, അതേപോലെ ഈ മടമ്പ് വേദന, അത് കൈകാലുകളിൽ ഉണ്ടാകുന്ന തരിപ്പ്, അതേപോലെ വലിച്ചിൽ, കടച്ചിൽ, ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ ഒന്നുകിൽ നമുക്കത് ഹിപ്പ് ജോയിൻറ്റുമായിട്ട് കണ്ടുവരാം, അതല്ലെങ്കിൽ നീ ജോയിൻ്റായിട്ട് കണ്ടുവരാം. നീ ജോയിൻറ്റിലാണെങ്കിൽ നമ്മൾക്ക് ആൻറ്റീരിയർ പാർട്ട്, ഫ്രണ്ട് പാർട്ടിൽ ഉള്ള ബുദ്ധിമുട്ടുകളായിട്ട്, അല്ലെങ്കിൽ സൈഡ് വശങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട്, അതല്ലെങ്കിൽ ബാക്ക് വശത്തുള്ള ബുദ്ധിമുട്ടുകളായിട്ട് നമ്മൾക്ക് കണ്ടുവരാൻ കഴിയാറുണ്ട്. അതേപോലെ നമ്മുടെ ആംഗിളിലോട്ട് വരികയാണെങ്കിൽ ചില ആൾക്കാർക്ക് കാല് മടമ്പ്, പ്രത്യേകിച്ച് സ്ത്രീകളിലായിക്കോട്ടെ, കാലിൻ്റെ മടമ്പ് വേദന, ആ മടമ്പ് വേദന തന്നെ എല്ല് വളർച്ച എന്നുള്ള രൂപത്തിലേക്ക് വരിക, അതേപോലെ ആ ഭാഗത്ത് തരിപ്പ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പൊതുവെ നിത്യജീവിതത്തിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുടെ ആകെ തുകയായിട്ട് നമ്മൾ കാണുമ്പോൾ അവിടെ നെർവിൻ കംപ്രഷനാണ് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പറയുന്ന സയാറ്റിക്ക എന്ന് പറയുന്നത്, സയാറ്റിക്കയിലൊക്കെ നമ്മൾക്ക് നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അതേപോലെ നമ്മുടെ തൊടഭാഗത്ത് നമ്മുടെ സൈഡിലൂടെയുള്ള വേദന ഉണ്ടാകുക, കടച്ചിലുണ്ടാകുക, അതേപോലെ നമ്മളെ പൊപ്ലീറ്റിയൽ ഏരിയയിൽ ഉണ്ടാകുന്ന, നമ്മളെ കൊച്ചിളിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ നമ്മുടെ ഈ ഒരു ആംഗിൾ ജോയിൻറ്റിലോട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനും നെർവിൻ കംപ്രഷനാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുക. പ്രത്യേകിച്ചും നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ലംബാർ ഏരിയയിലായിരിക്കാം, അതല്ലെങ്കിൽ സാക്രോ ഇലിയാക്ക് ജോയിൻറ്റിലായിരിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ബുദ്ധിമുട്ട് ഏത് വെർട്ടിബ്രൽ ഏരിയയിലുള്ള സ്പൈനാണ് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണം. അങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ട് ആ നെർവിനെ ഫ്രീ ആക്കാനുള്ള, ആ കംപ്രഷൻ ഒഴിവാക്കാനുള്ള മാനുവൽ ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് അവിടെ യഥാർത്ഥ മാറ്റത്തിലോട്ട് ആ ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ നെർവ് പോകുന്ന ഏരിയ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് അവരെ നമുക്ക് നല്ല ഒരു രൂപത്തിലേക്ക് അവരുടെ ലോക്കോമോട്ടോർ ഫങ്ഷനെ റീഗെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടായിട്ട് ചില ആളുകൾക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ നെർവിൻ്റെ പ്രയാസം എവിടെയാണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾക്ക് ചെയ്യുന്ന ചില പ്രയോഗങ്ങളിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു അവസ്ഥയെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയും. അത് വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആളുകൾക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു ബുദ്ധിമുട്ടുകളിൽ ഉണ്ടാകുന്ന നെർവിൻ കംപ്രഷനെ കൊണ്ട് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ ആയിക്കോട്ടെ, സയാറ്റിക്ക ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഹിപ്പ് പെയിൻ ആയിക്കോട്ടെ, നീ പെയിൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഈ ആംഗിൾ ജോയിൻറ്റിൽ കാലിൻ്റെ മടമ്പ് ഭാഗത്ത് വരുന്ന ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, നെർവിൻ കംപ്രഷനെ കൊണ്ട് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് മാറ്റിയിട്ട് അവർക്ക് നല്ല ഒരു ആശ്വാസം ഇതിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനുകൾ, അതേപോലെ കുണ്ടുള്ള കസാരയിലാണ് അധികം ഇരിക്കാറ്. അതേപോലെ നമ്മളെ ഭക്ഷണം തന്നെ നമ്മൾ നിലത്തിരുന്നിട്ടല്ല കഴിക്കുന്നത്, നമ്മൾ ടേബിളിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതേപോലെ നമ്മൾ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ നല്ല കുഷ്യനുള്ള സീറ്റാണ്. ഈ ശരിക്കും എൽ ഷേപ്പ് ഉള്ള ഒരു കസേരയിൽ ഇരിക്കണം എന്നുള്ളതാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരുടെ കസേര നോക്കിക്കഴിഞ്ഞാൽ കാണാം എൽ ഷേപ്പിലുള്ള കസേരയായിരുന്നു. അപ്പോൾ ഈ കസേരയിൽ ഇരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഏരിയ, നമ്മുടെ സ്പൈനൽ ഏരിയയിൽ ഉള്ള അമിത മർദ്ദമാണ് ഈ നെർവിൻ കംപ്രഷന് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്പൈനൽ കോഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ സ്പൈനൽ കോഡിന് തന്നെ വളവും തിരിവുകളും ഉണ്ട്. ഇപ്പോൾ സർവൈക്കൽ ഏരിയ, അതേപോലെ തന്നെ തൊറാസിക് ഏരിയ, ലംബാർ ഏരിയ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ സ്കൈഫോസിസ് എന്ന് പറയുന്ന ഒരു രീതി നാച്ചുറലായിട്ട് തന്നെ ഉണ്ട്. കൈഫോസിസ് ഉണ്ട്, ലോഡോസിസ് ഉണ്ട്. അപ്പം ഈ ഒരു യഥാർത്ഥ കൈഫോസിസ്, യഥാർത്ഥ ലോഡോസിസ് നമ്മൾക്ക് നിലനിർത്താൻ കഴിയണം.
അത് അമിതമായാലും പ്രശ്നമാണ്, അതേപോലെ തീരെ കുറഞ്ഞ് പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ആ നെർവിൻ്റെ ആരോഗ്യത്തെ, ആ നെർവിൻ്റെ കംപ്രഷനെ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില പ്രയോഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അക്യുപഞ്ചർ ചികിത്സയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മെറീഡിയൻ ഏതാണ്, ആ ഏതൊരു ഏരിയയിലൂടെയാണ്, ഏതൊരു ശക്തിയോട്ട പാതയിലാണ് ആ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ രോഗിയെ നമ്മൾക്ക് റിസൾട്ടിലോട്ട് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അക്യുപഞ്ചർ ചികിത്സയോടൊപ്പം തന്നെ കൊടുക്കുന്ന ചില പ്രയോഗങ്ങളിലൂടെ അതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.